സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് റബ്ബ് കൽപ്പിച്ച കാര്യങ്ങൾ പരമാവധി അനുഷ്ഠിക്കാനും വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാനും അങ്ങനെ തഖ്വയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ആദ്യമായി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മാസം എന്ന് പറഞ്ഞ പവിത്രമായ മുഹറം മാസത്തിലാണ്, മുഹറം 10 നോമ്പനുഷ്ഠിച്ചുകൊണ്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അഫ്ളലു സിയാമി ബഅദ റമളാനി ശഹ്റുല്ലാഹിൽ മുഹറം, റമളാനിന് ശേഷമുള്ള നോമ്പുകളിൽ ഏറ്റവും അഫ്ളലായത് അള്ളാഹുവിൻ്റെ മാസമായ മുഹറത്തിലുള്ള നോമ്പാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ ഹദീസിൽ ഉദ്ധരിക്കുന്നത് കാണാം. ഈ നോമ്പിന് ഒരു പശ്ചാത്തലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വന്ന സന്ദർഭത്തിൽ അവിടെ ജൂതന്മാർ മുഹറം 10 നോമ്പനുഷ്ഠിക്കുന്നതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് യഹൂദന്മാർ നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ തങ്ങളുടെ പ്രവാചകനായ മൂസ അലൈഹിസ്സലാം ഇസ്രായേൽ സന്തതികളെയും കൊണ്ട് നൈൽ നദി കടന്ന് ഫിർഔന് ആ നൈൽ നദിയിൽ മുക്കിക്കൊന്ന ദിവസമാണ് മുഹറം 10. അതിൻ്റെ നന്ദിയായി മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നോമ്പനുഷ്ഠിച്ചിരുന്നു എന്ന് യഹൂദന്മാർ നബിനോട് പറഞ്ഞു. അപ്പോൾ ആ നോമ്പ് അവരനുഷ്ഠിക്കണം ഇപ്പോഴും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, നിങ്ങളെക്കാൾ ഫഅന അഹഖു ബിമൂസാ മിൻകും എന്നാണ്. ഫഅന അഹഖു ബിമൂസാ മിൻകും, നിങ്ങളെക്കാൾ മൂസ അലൈഹിസ്സലാമിനോട് ബന്ധമുള്ളവൻ ഞാനാണ്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിച്ചു എന്നാണ്. മറ്റൊരു ഹദീസിൽ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ 9 കൂടി നോമ്പനുഷ്ഠിക്കുമെന്ന് പറഞ്ഞതായിട്ടും കാണാൻ സാധിക്കും. അതായത് യഹൂദന്മാരോട് എതിരാകുക എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ അടയാളമാണ്. യഹൂദൻ താടി വെക്കും, യഹൂദന് മീശുണ്ട്. അപ്പോൾ എതിരാകാൻ വേണ്ടിയിട്ടാണ് മീശ ചെറുതാക്കാൻ പറഞ്ഞത്. ഓരോ മീശ ഇങ്ങനെ ചുണ്ടിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കും. അവർ വയസ്സന്മാരായാലും ഓരോ വെള്ളമുടി വെള്ളത്താടിയക്കാരം യഹൂദന്മാർക്ക്. റബ്ബിമാരൊക്കെ കണ്ടാൽ മനസ്സിലാവും, വെള്ളത്താടിയും വെള്ളമുടി നരച്ച്. അതുകൊണ്ടാണ് കളർ കൊടുക്കാൻ പറഞ്ഞത്, അതിനെതിരാകാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ യഹൂദന്മാർ നിസ്കരിക്കുമ്പോൾ എല്ലാ സാധനങ്ങളും അയച്ചേക്കും, എല്ലാ ഫിറ്റിങ്സും ഇറക്കി വെക്കും, ബെൽറ്റ് ഊരിയക്കും, പേഴ്സ് ഊരിയക്കും, ചെരുപ്പൂരിയക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പിട്ട് നിസ്കരിച്ചാൽ പറഞ്ഞത്. അപ്പോൾ ഏതൊരു കാര്യത്തിലും യഹൂദനോട് എതിരാകുക എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ അടയാളം. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 9 കൂടി നോമ്പനുഷ്ഠിക്കുമെന്ന് പറഞ്ഞത്. പണ്ഡിതന്മാർ പറഞ്ഞത് 9 ഒരാൾക്ക് പറ്റില്ലെങ്കിൽ 11 നോമ്പനുഷ്ഠിക്കണം. 9ഉം 10ഉം പറ്റൂല്ലെങ്കിൽ 10ഉം 11. 10 മാത്രം എന്നുള്ളത് യഹൂദൻ്റെ അടയാളമാണ്. ഇത് നിർബന്ധമായ കാര്യമല്ല, ഇതിൻ്റെ ഒരു അസിൽ പറയണം, എങ്ങനെയാണ് ഇത് ഉണ്ടായി വന്നത് എന്നത് പറയണം. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അഫ്ളലായത് അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഒരാൾക്ക് പറ്റൂല്ലെങ്കിൽ 10 മാത്രം നോറ്റാലും മതി. ഏതായാലും ഇതിൻ്റെ കാരണം ഫിർഔനിനെ നൈൽ നദിയിൽ മുക്കിക്കൊന്ന് മൂസ അലൈഹിസ്സലാമിനെയും അനുയായികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൊടിയ പീഡനത്തിൽ നിന്ന് രക്ഷിച്ച് നൈൽ നദി കടത്തിക്കൊണ്ടുവന്ന ആ ദിവസമാണ് മുഹറം 10 എന്നത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വലിയ പാഠമുണ്ട് അല്ലേ? ആ സൂറത്തിൽ നമുക്ക് കാണാൻ പറ്റും. സൂറത്തു ശുഅറായിൽ ഫലമ്മാ തറാഅ അൽ ജംആനി ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. ആ 2 കക്ഷികൾ കണ്ടുമുട്ടുകയാണ്. ബാക്കിൽ ഫിർഔനിൻ്റെ വലിയ സുസജ്ജമായ സൈന്യവും മുമ്പിൽ ചെങ്കടലിൻ്റെ മുമ്പിൽ നിന്ന് ആ സന്ദർഭത്തിൽ ഇനി മുന്നോട്ട് രക്ഷപ്പെടാനൊരു മാർഗവുമില്ല. സാധാരണ മനുഷ്യബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ, കേവല ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്ന ഏതൊരു മനുഷ്യനും പറയുന്നൊരു കാര്യം തന്നെയാണ്. ബാക്കിൽ സുസജ്ജമായൊരു സൈന്യവും മുമ്പിലൊരു നദിക്കരയിൽ എത്തിപ്പെട്ടാൽ, കടലിനും ചെകുത്താനും ഇടയ്ക്ക് നമ്മൾ പറയില്ലേ, അങ്ങനെ എത്തിപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു രക്ഷയില്ല എന്നുള്ള, ഒരു എക്സിറ്റ് ഇല്ല എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് മൂസാ നബിയുടെ അനുയായികൾ എന്ത് പറഞ്ഞത്? ഇന്നാ ലമുദ്റകൂൻ, മൂസ നമ്മൾ പിടിക്കപ്പെട്ടിരിക്കുന്നു, ഇനി രക്ഷയില്ല എന്നാണ്. ആ സമയത്ത് മൂസാ അലൈഹിസ്സലാം അവർക്ക് നൽകുന്ന ഒരു മറുപടി ഉണ്ട്, കല്ലാ കല്ലാ, അങ്ങനെയല്ല, ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, സയഹ്ദീൻ സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിക്കുമെന്നത്. അപ്പോൾ ഭൗതികമായി രക്ഷപ്പെടാൻ യാതൊരു സാഹചര്യവുമില്ല എന്ന് മനസ്സിലാക്കി സാധാരണ ജനങ്ങളെല്ലാം ഇനി രക്ഷപ്പെടാൻ മാർഗമില്ല, നമ്മൾ ലോക്കായിരിക്കുന്നു എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചപ്പോഴും മൂസാ അലൈഹിസ്സലാം അവർക്ക് നൽകിയ ഏറ്റവും പോസിറ്റീവായ മറുപടി, അങ്ങനെ പിടിക്കപ്പെട്ടിട്ടില്ല. ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിക്കുമെന്നത്. സഹോദരങ്ങളെ, ഇത് ഏറ്റവും വലിയ ഒരു സന്ദേശമാണ്, ഒരു വിശ്വാസിക്ക് നൽകുന്ന ഏറ്റവും വലിയ മെസ്സേജാണിത്. ഇതിനേക്കാൾ പോസിറ്റീവായിട്ട് ഒരു പ്രതിസന്ധിയിലുള്ള ഒരു വിശ്വാസിക്ക് ഇതിനേക്കാൾ പോസിറ്റീവായിട്ടൊരു മെസ്സേജ് നൽകാൻ ഒരാൾക്കും കഴിയില്ല. എല്ലാവരും അവരുടേതായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകണം. കുടുംബപരമായ പ്രതിസന്ധികളുണ്ടാകും, മാനസികവുമായ ശാരീരികമായ അസുഖങ്ങൾ കൊണ്ട് ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളുണ്ടാവും, കുടുംബത്തിലെ മക്കളെ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാകും, ഭാര്യമാരെ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാകും, ഭർത്താവിനെ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാകും, സമൂഹത്തിലെ മറ്റു പ്രയാസങ്ങളും പ്രതിസന്ധികളും കൊണ്ട് പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ സഹോദരങ്ങൾ, ഇതൊക്കെ ഈ പ്രതിസന്ധികളിലെല്ലാം തട്ടി നിൽക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് ഇങ്ങനെയൊക്കെയാണ്, ഒരു രക്ഷ എനിക്കില്ല എന്ന നിരാശ നിറഞ്ഞ ഒരു എന്താണ് ഭാവിയല്ല ഇവിടെ ഈ കഥ അല്ലെങ്കിൽ ഈ ചരിത്ര സംഭവം നമുക്ക് വിവരിച്ചു തരുന്നത്. ഇതെന്താണ്? വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സകല പ്രതിസന്ധികളെയും നോക്കിക്കാണുന്നുണ്ട്, കണ്ടറിയുന്നുണ്ട്. എന്ത് നിലപാടാണ് ഒരു വിശ്വാസി സ്വീകരിക്കുന്നത് എന്ന് അള്ളാഹു നോക്കി കണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ അള്ളാഹുവിന് ആ പ്രതിസന്ധികളെ അതിജീവിക്കാൻ, ആ പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള സകല മാർഗങ്ങളും അറിയുന്ന, അതെല്ലാം തരാൻ കഴിവുള്ള ഒരു അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, ആ അള്ളാഹുവിൽ പരമേൽപ്പിച്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു വലിയ പ്രതീക്ഷയാണ് അയാൾക്ക് നൽകുന്നത്. ഫിർഔനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ്, അദ്ദേഹത്തെ എന്ത് ചെയ്തൊരു പിടികൂടിയാണ്, അള്ളാഹു പിടികൂടി എന്നാണ്. ഈ ദുനിയാവിലെയും ആഖിറത്തിലെയും ശിക്ഷ അവരെ പിടികൂടുമെന്നാണ്. ദുനിയാവിൽ ആ ഫിർഔനിൻ്റെ സൈന്യത്തെ അള്ളാഹു അവിടെ മുക്കിക്കളയുന്ന കാഴ്ചയാണ് നമ്മളവിടെ കാണുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു അവരെ നശിപ്പിച്ചു. എല്ലാ സ്വച്ഛാധിപതികളെയും അന റബ്ബുകുമുൽ അഅല, ഞാനാണ് ഏറ്റവും ഉന്നതനായ റബ്ബ് എന്ന് പ്രഖ്യാപിച്ച ലോകത്തിലെ ഏറ്റവും വലിയ അഹങ്കാരിയായ ആ ഭരണാധികാരിയെ അള്ളാഹു അവിടെ നശിപ്പിക്കുന്ന, മുങ്ങിച്ചാകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിസ്സഹായമായ മരണമാണ്. ശ്വാസം കിട്ടാതെ ആ വെള്ളത്തിൽ കിടന്ന് പിടഞ്ഞു മരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഒരു നിസ്സഹായമായ മരണമാണ്. ആ മരണമാണ് ഫിർഔന് അള്ളാഹു നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഏത് പ്രതിസന്ധിയിലും ഒരു വിശ്വാസിയെ രക്ഷിക്കാൻ അള്ളാഹുവിന് കഴിയും, ഒരു നല്ല തുറവി നൽകാൻ. ഏത് നമ്മൾ വിചാരിക്കുന്ന ഇനി രക്ഷയില്ല എന്ന് നമ്മൾ ഭൗതികമായ എല്ലാ മാനദണ്ഡങ്ങളും വെച്ച് ഇനി രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞാലും അവിടെ ഒരു തുറവി കൊണ്ടുവരാനും ആ തുറവി നൽകാനും കഴിവുള്ള ഒരു റബ്ബ്, ഹയ്യുൽ ഖയ്യൂമായി, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായി, എല്ലാം അറിയുന്നവനായി, എല്ലാം കഴിയുന്നവനായി, കാരുണ്യവാനായ ഒരു റബ്ബ് ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ട്, മുറാഖബത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. എൻ്റെ പ്രതിസന്ധികളും എൻ്റെ പ്രയാസങ്ങളും എൻ്റെ കഷ്ടപ്പാടുകളും ആ റബ്ബ് അറിയുന്നുണ്ട് എന്ന ബോധമാണ് സഹോദരങ്ങളെ, എന്ന അടിയുറച്ച വിശ്വാസമാണ് ജീവിതത്തിലുടനീളം ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത് എന്ന പാഠമാണ് മുഹറം 10 എല്ലാ വർഷവും പുതുക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ആ മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹം ഫിർഔനിൻ്റെ കീഴിൽ അനുഭവിച്ച പീഡനങ്ങൾക്ക് കണക്കില്ല. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ ചരിത്രം മൂസാ അലൈഹിസ്സലാമിൻ്റെ ചരിത്രമാണ്. പീഡനങ്ങൾ ജന്മത്തിൽ പോലും ജനിക്കാൻ പോലും, ആൺകുട്ടിയായി ജനിക്കാൻ പോലും അവകാശമില്ലാത്ത ഒരു നാട്ടിലാണ് അള്ളാഹു മൂസാ നബിയെ രഹസ്യമായി ജനിപ്പിക്കുന്നത്, വളർത്തുന്നത്. ഏതൊരാളെ കൊല്ലാനാണോ അള്ളാഹു നിയോഗിച്ചത്, അള്ളാഹുവിൻ്റെ വിധിയുള്ളത്, ആ കൊട്ടാരത്ത് അയാളുടെ കീഴിൽ അയാളുടെ അന്നം പറ്റിക്കൊണ്ടാണ് ഫിർഔനിൻ്റെ കൊട്ടാരത്തിൽ ഫിർഔനിൻ്റെ അന്നം കഴിച്ചുകൊണ്ടാണ് മൂസാ അലൈഹിസ്സലാം വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വലിയ ഉൾക്കാഴ്ചയാണ് ഒരു വിശ്വാസിക്ക് നൽകേണ്ടത്. എല്ലാറ്റിനും കഴിവുള്ള ഏറ്റവും തന്ത്രശാലിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ആ മൂസാ അലൈഹിസ്സലാം ഈ പ്രതിസന്ധികളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട്
മൂസ അലൈഹിസ്സലാം ഫലസ്തീനിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അതിന് നന്ദിയായിട്ട്, ആ വിജയത്തിനുള്ള നന്ദിയായിട്ട് മൂസ അലൈഹിസ്സലാം ചെയ്തത് എന്താണ്? നോമ്പനുഷ്ഠിക്കുകയാണ് ചെയ്തത് അല്ലേ? കേവലം ആഘോഷിച്ച് പടക്കം പൊട്ടിച്ച് അല്ലെങ്കിൽ വലിയ ആഘോഷങ്ങൾ നടത്തുകയല്ല ചെയ്തത്. നന്ദി കാണിച്ചത് എങ്ങനെയാണ്? അള്ളാഹുവിന് നോമ്പ് നോറ്റുകൊണ്ടാണ് ആ മൂസ അലൈഹിസ്സലാം അതിന് നന്ദി കാണിച്ചത്. അതാണ് സഹോദരങ്ങളെ വിശ്വാസിയുടെ നന്ദി എന്നത്. അള്ളാഹുവിനോടും റസൂലിനോടും ജീവിതത്തിൽ കൂറുവെച്ച് പുലർത്തുക എന്നതാണ്. തക്ബീർ കൊണ്ടാണ് അല്ലെങ്കിൽ ആരാധനാ കർമ്മങ്ങൾ കൊണ്ടാണ് വിശ്വാസി നന്ദി കാണിക്കേണ്ടത്. അല്ലാതെ എന്തെങ്കിലും ബിദ്അത്ത് കൊണ്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ പ്രവാചകന്മാരോ കാണിച്ചു തരാത്ത കാര്യങ്ങളല്ല ഒരു വിശ്വാസി മുഹറം 10 ചെയ്യേണ്ടത്. ഷിയാക്കള് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ പേരിൽ അവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതൊന്നും മതത്തിലില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ പഠിപ്പിക്കാത്തതാണ്. ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മരണം അത് ഒരു ദുഃഖകരമായ സംഭവം തന്നെയാണ്. ആ രക്തസാക്ഷിത്വം അത് വളരെ ഏതൊരു വിശ്വാസിക്കും മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മരണം എന്നത്. എന്നാൽ അതിനേക്കാൾ വലിയ പ്രതിസന്ധികളിലൂടെയും ദുഃഖത്തിലൂടെയും ഈ സമുദായം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ മരിച്ചിട്ടുണ്ട് അല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിച്ചിട്ടുണ്ട്, ഉമർ ബിൻ ഖത്താബ് മരിച്ചിട്ടുണ്ട്, ഇസ്ലാമിലെ 4 ഖലീഫമാരും മരിച്ചിട്ടുണ്ട്. അതിനേക്കാൾ വലിയ ദുഃഖമല്ല ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മരണം എന്നത്. പക്ഷേ ആ ദുഃഖത്തിലൊന്നും സഹാബത്ത് കാണിക്കാത്ത, സഹാബത്ത് ചെയ്യാത്ത, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിയോഗത്തിൻ്റെ ദുഃഖത്തിന് പോലും സഹാബത്ത് കാണിച്ചു തരാത്ത കോപ്രായങ്ങളാണ് ഇവിടുത്തെ ഷിയാക്കൾ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ പേരിൽ മുഹറം 10 കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊന്നും മതത്തിന് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂലോ സഹാബത്തോ ദീനിൽ കാണിക്കാത്ത, മതം പഠിപ്പിക്കാത്ത കാര്യങ്ങളാണ് ഈ മുഹറം 10മായി ബന്ധപ്പെട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഹറം 10 എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് മൂസ അലൈഹിസ്സലാം ആ ചെങ്കടൽ കടന്നുകൊണ്ട്, ആ കടൽ കടന്നുകൊണ്ട് എന്താണ് ഫിർഔനെ അവിടെ ആ കടലിൽ മുക്കിത്താഴ്ത്തിയതിൻ്റെ എന്താണ് സന്തോഷ സൂചകമായിട്ട്, നന്ദി സൂചകമായിട്ടാണ് മുഹറം 10ൻ്റെ നോമ്പ് മൂസ അലൈഹിസ്സലാം തുടങ്ങി വെച്ചത്. അത് പൂർത്തിയാക്കുകയാണ്, അത് തുടർന്നു കൊണ്ടുപോവുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത്. അതാണ് ഒരു വിശ്വാസിക്ക് അതിലുള്ള മാതൃക. അതുകൊണ്ട് മുഹറം 9-നും 10-നും അല്ലെങ്കിൽ 10-നും 9 നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ 10-നും 11-നും നോറ്റുകൊണ്ട് യഹൂദനെതിരായിക്കൊണ്ട് നിലകൊള്ളുക എന്നതാണ് വിശ്വാസിയുടെ നിലപാട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ മുഹറം 10മായി ബന്ധപ്പെട്ട ഈ ചരിത്രത്തിൽ വലിയ ഗുണപാഠമാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അള്ളാഹുവിൻ്റെ മാറ്റമില്ലാത്ത നടപടിക്രമമാണ്. ഏത് ഭരണാധികാരിയെയും ഏത് സ്വേച്ഛാധിപതിയെയും അള്ളാഹു ശക്തമായി പിടികൂടുമെന്നത് അള്ളാഹുവിൻ്റെ മാറ്റമില്ലാത്ത സുന്നത്താണ്, നടപടിക്രമമാണ്. അതുകൊണ്ട് ആരെന്തൊക്കെ വിശ്വാസികൾക്കെതിരെ അക്രമം കാണിച്ചാലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിരാശയുടെ ആവശ്യമില്ല. കാരണം അള്ളാഹുവിൻ്റെ അനുവാദത്തോടും അവൻ്റെ അറിവോടും സമ്മതത്തോടും കൂടിയാണ് ഏത് സ്വേച്ഛാധികാരിയായ ഭരണാധികാരിയാണെങ്കിലും അയാൾ നടത്തുന്ന അക്രമം, അയാൾ നടത്തുന്ന അനീതി ഇതെൻ്റെ റബ്ബ് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹു ഒരു തീരുമാനം ആ വിഷയത്തിൽ അതിൻ്റെ സമയമാകുമ്പോൾ കൈക്കൊള്ളുമെന്ന പ്രതീക്ഷയാണ് ഒരു വിശ്വാസിക്ക്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, അദൃശ്യകാര്യങ്ങൾ ഗൈബ് അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റൊരു ശക്തിക്കും ഗൈബിയായ കാര്യങ്ങൾ, അദൃശ്യമായ കാര്യങ്ങൾ അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സമുദ്രത്തിൽ അടിക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നത് വരെ മൂസ അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ യാതൊരു ഭൗതികമായ മാർഗങ്ങളും ഉണ്ടായിരുന്നില്ല അല്ലേ? ഭൗതികമായ യാതൊരു മാർഗങ്ങളും അത് രക്ഷപ്പെടാനില്ല. ആ കടലിൽ അടിക്കാൻ വേണ്ടി പറഞ്ഞു, അടിച്ചപ്പം കടൽ 2ആയി പിളർന്നു, ആ നദി 2ആയി പിളർന്ന് അതിലൂടെ കടന്നു പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ഊഹിക്കാൻ പോലും പറ്റാത്ത രൂപത്തിൽ സഹായം നൽകാൻ അള്ളാഹുവിന് കഴിയും. അള്ളാഹു അതിന് കഴിവുള്ളവനാണ് എന്നും ഏതൊരു അസന്നിഗ്ധ ഘട്ടത്തിലും ഒരു വിശ്വാസിയെ സഹായിക്കാൻ അള്ളാഹു മുന്നോട്ട് വരുമെന്നുമുള്ള പാഠമാണ് ഒരു വിശ്വാസിക്ക് ഈ സംഭവത്തിൽ നിന്നും കിട്ടേണ്ടത്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അള്ളാഹുവിൻ്റെ ദീനിൽ മരണം വരെ, അവസാന ശ്വാസം വരെ അടിയുറച്ച് നിൽക്കുക എന്നാണ്. എന്ത് പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നാലും അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട്, അവനിൽ വരമേൽപ്പിച്ചുകൊണ്ട്, അവനോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദീനിൽ നിലകൊള്ളുക എന്നതാണ് അന്തിമമായ സഹായം അള്ളാഹു വിശ്വാസികൾക്കാണ് നൽകുക എന്നതാണ് ഒരു വലിയ പാഠമാണ് ഈ സംഭവത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ആ വെള്ളത്തിൽ മുങ്ങിച്ചാകുന്ന സന്ദർഭത്തിൽ
സന്ദർഭത്തിൽ ഫിർഔൻ വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ മൂസായുടെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. പക്ഷേ അവസാന നിമിഷത്തിലുള്ള അന്ത്യസമയത്തിലുള്ള ആ വിശ്വാസം അള്ളാഹു എന്ത് ചെയ്യുന്നില്ല, ആ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് പശ്ചാത്താപം എന്നുള്ളത് അത് ബോധ്യപ്പെടുന്ന സന്ദർഭത്തിൽ തന്നെ ചെയ്ത് അത് നീട്ടിവെക്കാൻ ഒരിക്കലും പാടില്ല. നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റ് നമ്മുടെ അടുത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ സഹോദരങ്ങളെ ഉടനെ തൗബ ചെയ്തുകൊണ്ട് മടങ്ങുക എന്നുള്ളതാണ്. കാരണം പശ്ചാത്താപം അവസാന ശ്വാസത്തിലുള്ള പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കൂല. അത് മരണം ഉറപ്പായി കഴിഞ്ഞിട്ട് പിന്നെ തൗബ ചെയ്താൽ തൗബ സ്വീകരിക്കൂല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആ മരണം ഉറപ്പാകുന്നൊരു സമയം വരെ കാത്തിരിക്കാതെ ചെയ്തു പോയ പാപങ്ങളൊക്കെ നേരത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാൻ ഒരു വിശ്വാസി ബാധ്യസ്ഥനാണ് എന്ന വലിയൊരു പാഠം കൂടി ഈ ചരിത്ര സംഭവം നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് ഏത് പീഡനങ്ങളിലും പ്രയാസങ്ങളിലും അത് ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, സാമ്പത്തികമാകട്ടെ, ഏത് തരത്തിലുള്ള പ്രതിസന്ധിയാണെങ്കിലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു വലിയ തുറവി തരാൻ കഴിവുള്ള മലിക്കുൽ ജബ്ബാറായ ഹയ്യുൽ ഖയ്യൂമായ ഒരു അള്ളാഹുവിലാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്, തവക്കുൽ ചെയ്തിരിക്കുന്നത്. അവനോടാണ് നമ്മൾ നിരന്തരം ഈ നമസ്കാരത്തിലൂടെയും അല്ലാതെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നതും സംസാരിക്കുന്നതുമെല്ലാം ആ റബ്ബിനോടാണെന്നും ആ റബ്ബ് കാരുണ്യവാനാണ്, കരുണ എങ്ങേയറ്റം കരുണ ചെയ്യുന്നവരാണ്. ആകാശത്തിൻ്റെ ഉച്ചിയോളം പാപങ്ങൾ ചെയ്താലും എന്താണ് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയാൽ അത് മുഴുവൻ പുറത്തു തരാൻ മാത്രം വിശാലമായ കാരുണ്യത്തിൻ്റെ ഉറവിടമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ പടച്ചോൻ്റെ ശിക്ഷ പോലും നമ്മൾ അള്ളാഹു നരകത്തിലിട്ട് കരിക്കുമെന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഖബറിൽ ശിക്ഷിക്കുമെന്ന് പറയുമ്പോഴും അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ ഒരു കാഠിന്യമൊക്കെ നമ്മൾ കേൾക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴൊക്കെ സഹോദരങ്ങളെ അള്ളാഹു ശിക്ഷിക്കുന്നവനാണ്, അള്ളാഹു നമ്മൾ ഭയപ്പെടണമെങ്കിലും അത് സത്യത്തിൽ അള്ളാഹു രക്ഷയാണ്. അല്ലേ, നിങ്ങൾ ആരാണ് നരകത്തിൽ പോവുക? നമസ്കരിക്കാത്തവരാണ് നരകത്തിൽ പോവുക, ശിർക്ക് ചെയ്തവരാണ് നരകത്തിൽ പോവുക, വ്യഭിചരിച്ചവരാണ് നരകത്തിൽ പോവുക, പലിശക്കാരാണ് നരകത്തിൽ പോവുക. നരകത്തിൽ പോകുന്നവരാരാണ് എന്ന് വ്യക്തമായി പഠിപ്പിച്ചതിന് ശേഷമാണ് നരകത്തിൽ പോകുന്നത് പറയണുള്ളൂ. നരകമുണ്ട് എന്ന് സഹോദരൻ നമ്മളിപ്പോൾ ഒരു ഭൗതികമായി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു പാലം, ഒരു ഒടിഞ്ഞു വീണ ഒരു പൊട്ടിച്ചാടാറായ ഒരു പാലത്തിന് മുകളിലൂടെ വണ്ടി ഓടുമ്പോൾ ആ വണ്ടി പോകുന്ന ഒരാളോട് നിങ്ങൾ ആ വഴി പോകരുത്, ആ പാലം തകർന്ന് വീഴാറായിട്ടുണ്ട് എന്ന് ഒരാൾ പറയുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ എന്നെങ്കിലും അങ്ങനത്തെ ഒരാളോട് നമ്മൾ ജൻ തന്നെ പേടിപ്പിച്ചെന്ന് ചോദിക്കലുണ്ടോ? ജൻ തന്നെ പേടിപ്പിച്ചെന്ന് അല്ലല്ലോ, ഓനെ രക്ഷിച്ചു എന്നാ പറയാം. ആ പാലം പൊളിഞ്ഞാടി ന്യൂസ് കേട്ടാൽ നമ്മളെന്താ പറയാ, അതാ എന്നോട് അതിൽ പോണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്നെ രക്ഷിച്ചു എന്നാ പറയാ. ഒരു നരകം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, ആ നരകത്തിൽ പതിക്കാനുള്ള കാരണങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നരകത്തെപ്പറ്റി സഹോദരങ്ങളെ അള്ളാഹു പറയുമ്പോൾ നരകത്തെപ്പറ്റി നമ്മളെ പേടിപ്പിക്കുക എന്നതിനപ്പുറം അള്ളാഹു നമ്മളെ രക്ഷിക്കുകയാണ്, രക്ഷയുടെ വഴി പറഞ്ഞു തരികയാണ് എന്ന രൂപത്തിലൊരു വിശ്വാസിക്ക് സഹോദരങ്ങളെ എന്തുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല? ഭൗതികപരമായ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കാം. അങ്ങോട്ട് പോകരുത്, അവിടെ അപകടമുണ്ട്, അങ്ങോട്ട് പോകണ്ട. ഞാൻ നല്ല പാമ്പിനെ കണ്ടു, ഒരാൾ പറഞ്ഞു ആ പള്ളിക്ക് പോകണ വഴിയിൽ അവിടെ കറണ്ടില്ലട്ടോ, എന്നാലും ഞാൻ ഒരു പാമ്പിനോടെ കണ്ടിരുന്നു, ടോർച്ചില്ലാതെ അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നല്ല കാര്യം നമ്മളെ രക്ഷിച്ചു എന്നാണ് നമ്മൾ പറയാം, അല്ലാതെ ഓനെ പേടിപ്പിച്ചു എന്നല്ല പറയാം. ഒരു സഹോദരങ്ങളെ നരകത്തെ പറ്റി പറയുമ്പം നമ്മളെന്താ നമ്മൾ അള്ളാഹു നമ്മളെ രക്ഷിക്കണം, നരകത്തിൽ എങ്ങനെ പോകാതെ നമ്മൾ സ്വർഗത്തിൽ പോകണമെന്ന് അള്ളാഹു കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് ആ അള്ളാഹുവിനെ കാരുണ്യം അത്രയും കാരുണ്യവാനായ ഒരു തല്ല് കിട്ടാതെക്കുള്ള എല്ലാ മാർഗങ്ങളും 24 എല്ലാ അടവും നമുക്ക് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ നരകത്തിലേക്ക് പോകാതെക്കുള്ള സകല മാർഗങ്ങളും. ഇനി പോകാനുള്ള പണി എടുത്തിണെങ്കിൽ എന്തുണ്ട്? അവിടെ മാപ്പുണ്ട്. ഒന്ന് ആത്മാർത്ഥമായി തൗബ ചെയ്യുക. എത്ര പാപം ചെയ്താലും, എത്ര വലിയ പാപം ചെയ്ത ആളാണെങ്കിലും നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് തൗബ ചെയ്ത് പിന്നുള്ള കാലം നന്നായി ജീവിച്ചാൽ അതൊക്കെ പടച്ചോൻ പുറത്തിരുന്നതാണ്. അത്രയും കാരുണ്യവാനായ ഒരു അള്ളാഹുവിൻ്റെ സഹോദരങ്ങളെ എങ്ങനെയാണ് ഒരു വിശ്വാസി അവഗണിക്കുക? അതുകൊണ്ട് ആ അള്ളാഹിനാണ് നമ്മൾ ഈ നിസ്കാരത്തിലും ഈ അല്ലാത്തപ്പോഴൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, സംസാരിക്കുന്നത്. ആ അള്ളാഹിനോടാണ് നമ്മളെ സങ്കടങ്ങൾ പറയുന്നത്. ആ അള്ളാഹുവിനെയാണ് നമ്മൾ തവക്കുൽ ചെയ്തിരിക്കുന്നത്. ആ അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. നമുക്ക് ജന്മം നൽകിയ, നമുക്ക് ഹൃദയം നൽകിയ, ഈ തലച്ചോറ് നൽകിയ, ഈ കരൾ നൽകിയ, ഈ ജീവൻ നൽകിയ, ഈ ജീവൻ നിലനിർത്താൻ ആവശ്യമായ സകല സംവിധാനങ്ങളും നൽകിയ, ഈ അന്തരീക്ഷവായു നൽകിയ, ഇതെല്ലാം ജീവിക്കാനായ സകല സാഹചര്യങ്ങളും ഒരുക്കി തന്ന കാരുണ്യവാനായ ആ റബ്ബിനെ ഒരിക്കലും എന്ത് ചെയ്യരുത്? ആ റബ്ബിനെ മാത്രമേ ഒരു വിശ്വാസി ആരാധിക്കാവൂ, ആ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. അങ്ങനെ പ്രാർത്ഥിച്ചു വരുന്ന ഒരു അടിമയെ അള്ളാഹു രക്ഷപ്പെടുത്തും. ഏത് പ്രതിസന്ധിയിലും ആ അടിമയെ അള്ളാഹു രക്ഷപ്പെടുത്തും എന്നുള്ള പാഠമാണ് മുഹറം 10 നമുക്ക് നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കായി മനസ്സിലാക്കാനും ഹക്കിൻ്റെ ആളുകളായി ജീവിക്കാനും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ.